ശശി തരൂറാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഏറ്റവും അധികം വിമർശിക്കുന്നത്. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. ഇടക്കാലത്ത് അദ്ദേഹം കോൺഗ്രസിനെ വിമർശിച്ചെങ്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ്. നെഹ്റു കുടുംബത്തെ വിമർശിക്കുകയാണ്, ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ധൈര്യം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അദ്ദേഹത്തിന് ആ ധൈര്യം BJPയിൽ നിന്നാണ് ലഭിക്കുന്നത്. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി കോൺഗ്രസ്സിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല. തനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ അവസാന നാളുകളിലേക്ക്, തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന ഒരു ലാപ്പിലേക്ക്, ഒരു ഇനിയൊരു കൂടി വന്നാൽ 5-6 വർഷം കൂടി അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് പൊതുവെ കരുതപ്പെടുന്നു. ആ കാലം തനിക്കൊരു മികച്ച തൻ്റെ ജീവിതത്തിൽ 55 വയസ്സായ രാഹുൽ ഗാന്ധി ഇപ്പോഴും യുവ നേതാവാണ്. ഇദ്ദേഹത്തിന് കൂടി പോയാൽ ഒരു 68-69 വയസ്സാകുന്നു. അദ്ദേഹത്തിന് ഒരു 75 വയസ്സ് വരെ രാഷ്ട്രീയത്തിൽ പൊതുവേ നമ്മൾ അങ്ങനെയാണ്. 75 കഴിഞ്ഞും തുടരുന്ന ആൾക്കാരുണ്ട്. പിണറായി വിജയനെ പോലെയുള്ള ആൾക്കാരുണ്ട്. അച്യുതാനന്ദൻ 80-ാമത്തെ വയസ്സിലല്ലേ അതെ മുഖ്യമന്ത്രിയായത്. പക്ഷെ ഇവിടെ തരൂരിന് അങ്ങനെ അത്രയൊന്നും റിസ്ക് എടുത്ത് നിൽക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ കൂടെ ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു കോൺഗ്രസിനുള്ളിൽ ഒരു കൊട്ടാര വിപ്ലവം നടത്താൻ അദ്ദേഹം ശ്രമിച്ചു, വിജയിച്ചില്ല. കാരണം കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. നെഹ്റു കുടുംബത്തെയും സോണിയ പരിവാറിനെയും വിട്ട് മറ്റൊരു നേതാവിനെ കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധത്തിൽ കോൺഗ്രസ് അധപ്പതിച്ചു കഴിഞ്ഞു. അതാണ് സത്യം. നമ്മൾ ഇന്ദിരയുടെ കാലത്തും അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ കാലത്തും ഒക്കെ എതിർസ്വരങ്ങളുണ്ടായിരുന്നു. ഇപ്പം മൊറാർജി ദേശായി, അതുപോലെയുള്ള പല നേതാക്കളും, ഞാൻ പേരെടുത്ത് പറഞ്ഞ് വിശദമായിട്ട് ആഴങ്ങളിലേക്ക് പോകുന്നില്ല, പല നേതാക്കളും ഇന്ദിരയെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ഇന്ദിരയുടെ കാലത്ത് നടന്ന അഴിമതികളെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും അങ്ങനെയാണല്ലോ അടിയന്തരാവസ്ഥയൊക്കെ വരുന്നത്. ആ അടിയന്തരാവസ്ഥയുടെ കാലത്ത് പോലും ഇന്ദിരയ്ക്കെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്താൻ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ആൾക്കാരുണ്ടായിരുന്നു. അവർ പിൽക്കാലത്ത് രാജീവ് ഗാന്ധി 400-ലധികം സീറ്റുകളുമായിട്ട് രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നു ഇന്ദിരയുടെ മരണത്തിന് ശേഷം. അന്ന് രാജീവ് ഗാന്ധിക്കെതിരെ പോലും ഉറച്ച ശബ്ദം നമ്മൾ കേട്ടതാണ്. നമ്മുടെ കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഷാബാനു കേസിൽ രാജീവ് ഗാന്ധിയെ വെല്ലുവിളിച്ച് അദ്ദേഹം കൊടുത്ത മന്ത്രിസ്ഥാനത്തെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞാണ് പാർലമെൻറ്റിൽ നല്ല ഒന്നാന്തരം പ്രസംഗം നടത്തി ഈ മുസ്ലിം പ്രീണനം കോൺഗ്രസിനെ തകർക്കും എന്ന് ഒരു മുസൽമാൻ കൂടിയായ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രാജീവ് ഗാന്ധിയെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് പുല്ലുപോലെയാണ് തൻ്റെ സ്ഥാനങ്ങൾ വലിച്ചെറിഞ്ഞ് പാർലമെൻറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കോൺഗ്രസിൻ്റെ തട്ടകത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയത്. ആ ചങ്കൂറ്റം കാണിക്കാൻ അന്ന് പല നേതാക്കളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സോണിയയ്ക്കും രാഹുലിനും എതിരെ ഒരു അപശബ്ദം പോലും ഉയരുന്നില്ല. ഉയർത്താൻ ശ്രമിച്ച തരൂര് പരാജയപ്പെട്ടു പോയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് AICC തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം ഇനി വലിയ ഒരുപാട് നാളൊന്നും കോൺഗ്രസുമായിട്ട് ചേർന്ന് പോകാൻ തനിക്ക് സാധിക്കില്ല എന്ന സത്യം അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയെ എതിർത്തുകൊണ്ട് അടിയന്തരാവസ്ഥ നടപ്പാക്കിയ ഇന്ദിരയെയും അവരുടെ മകൻ സഞ്ജയിനെയും എതിർത്തുകൊണ്ട് ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്, അതേക്കുറിച്ച് ലേഖനം എഴുതിയത്. ലേഖനം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ റിപ്പബ്ലിക്ക് അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ കോൺഗ്രസിൽ, ഒരു അപ്രഖ്യാപിത രീതിയാണ്. നെഹ്റു കുടുംബത്തെ വിമർശിച്ചാൽ അവരുടെ ഗതി അധോഗതി. അത് പ്രധാനമന്ത്രിയായ നരസിംഹ റാവു ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും ഡൽഹിയിൽ എത്തിക്കാൻ പോലും സമ്മതിച്ചില്ല. ആ രീതിയിലേക്ക് ഒരു നീക്കമായിരിക്കുമോ ഇനി, ആ ഒരു ആക്രമണമായിരിക്കുമോ ശശി തരൂരിന്? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആക്രമണം അദ്ദേഹം നേരിടേണ്ടി വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ അതിനെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് കരുത്തുണ്ട്. കാരണം അദ്ദേഹത്തിന് അവിടെ നിന്ന് പറന്നുയരാനുള്ള ചിറകുകൾ കൊടുത്തിരിക്കുന്നത് നരേന്ദ്രമോദിയും BJPയും കേന്ദ്ര സർക്കാരുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തക്കം പാർത്ത് പറഞ്ഞു വരുന്ന മറ്റൊരു നരസിംഹറാവു ആകില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അവിടുന്ന് പറന്നുയർന്ന് BJP കൂടാരത്തിലേക്ക് എത്തിയാൽ അദ്ദേഹത്തിന് ഉയർന്ന സ്ഥാനമാനങ്ങൾ കിട്ടും എന്ന് ഉറപ്പാണ്. BJP അത് കൊടുക്കാൻ തയ്യാറാണ്. അവർ തമ്മിൽ ചർച്ച ചെയ്ത് എന്തൊക്കെയാണ്, ഞാൻ മനസ്സിലാക്കുന്നതാണെങ്കിൽ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട ഉന്നത സ്ഥാനങ്ങളിലായിരിക്കും തരൂർ ഇനി വിരാജിക്കുക. അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിൽ വരും, വിദേശകാര്യ മന്ത്രിയാകും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നത സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ്
അദ്ദേഹത്തെ ഈ അമേരിക്കൻ സന്ദർശനത്തിനുള്ള പ്രത്യേക പ്രതിനിധി സംഘത്തിൻ്റെ തലവനായിട്ട് നരേന്ദ്രമോദി വെച്ചത്, ആ നരേന്ദ്രമോദിയുടെ ആ തീരുമാനം 100% ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് തരൂർ പെരുമാറിയത്. എവിടെയെല്ലാം അദ്ദേഹം സന്ദർശനത്തിന് പോയോ ആ രാജ്യങ്ങളെല്ലാം തൻ്റെ പോക്കറ്റിലിട്ട് തിരിച്ചെത്തുന്ന കാഴ്ചയാണ് നമ്മുടെ രാജ്യം കണ്ടത്. വലിയ നേട്ടമാണ് തരൂരിലൂടെ ഉണ്ടായത്. തരൂരിനോടുള്ള രാഷ്ട്രീയവും രാഷ്ട്രീയ വിയോജിപ്പും അതൊക്കെ നമുക്ക് മാറ്റിവെച്ചാൽ തരൂർ ഇക്കാര്യത്തിൽ താനൊരു 100% ദേശസ്നേഹിയാണ് എന്ന് തരൂർ തെളിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനോട് യോജിക്കാം, വിയോജിക്കാം, അതൊക്കെ അദ്ദേഹത്തെ വിലയിരുത്തുന്നവരുടെ സ്വാതന്ത്ര്യമാണ്. അവിടേക്കൊന്നും നമുക്ക് അഭിപ്രായം പറയാനില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, തരൂർ താൻ 100% കറകളഞ്ഞ 916 ഗോൾഡാണ് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. ദേശസ്നേഹിയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ശത്രു ആക്രമിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അവിടെ നമ്മൾ പല സ്വരങ്ങൾ ഉണ്ടാകരുത്. നമ്മൾ നമ്മുടെ രാജ്യത്തിനോടൊപ്പം, നമ്മുടെ സൈന്യത്തിനോടൊപ്പം, നമ്മുടെ കേന്ദ്ര സർക്കാരിനോടൊപ്പം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അത് നമ്മൾ തരൂരിൽ നിന്ന് മാത്രമല്ല കേട്ടത്. അസാസുദ്ദീൻ ഒവൈസി, അതുപോലെ സൽമാൻ ഖുർഷിദ്, അതുപോലെ കനിമൊഴി, അതുപോലെ ജോൺ ബ്രിട്ടാസ്, അങ്ങനെ നിരവധി നേതാക്കളിൽ നിന്ന് നമ്മളത് കേട്ടു. അവരെല്ലാവരും തങ്ങളുടെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കി തിരിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടത്. CPM-ൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി പോലും പറഞ്ഞത് രാജ്യത്തിൻ്റെ വിശാല താല്പര്യം മുൻനിർത്തിയാണ് നമ്മൾ ഈ കാര്യത്തെ കാണേണ്ടത് എന്നാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള വിശാല ഹൃദയം സോണിയയ്ക്കോ രാഹുലിനോ അവരുടെ സ്തുതിപാഠകർക്കോ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് തരൂരിനെ വേട്ടയാടും. തരൂരിൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന നിരവധി കോൺഗ്രസ്സുകാർ കോൺഗ്രസിനുള്ളിലുണ്ട് എന്നുള്ളത് പരമമായൊരു സത്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു സർവേ, ഒരു സ്വകാര്യ ഗ്രൂപ്പ് നടത്തിയ സർവേയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അനുയോജ്യനായ ആൾ ശശി തരൂരാണെന്നാണ് പറയപ്പെടുന്നത്. അത് ലോകത്ത് അത് ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാർക്ക് മാത്രമാണ്. അവർ അത് മനസ്സിലായില്ല എന്ന് നടിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് എതിരെ നിരന്തരം നിൽക്കുന്ന കോൺഗ്രസ് ആണോ നെഹ്റു കുടുംബമാണോ? നെഹ്റു കുടുംബത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കോൺഗ്രസ്സിലെ ഒരു ഉപജാപക സംഘമാണ്. ഒരുപാട് കോൺഗ്രസ്സുകാർക്ക് തരൂരിനെ പോലൊരു നേതാവ് മുന്നോട്ട്, അതുകൊണ്ടാണല്ലോ ACC-യിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് 1000-ലധികം വോട്ട്, അതെ 1000-ലധികം വോട്ട് അദ്ദേഹം നേടിയെങ്കിലും അദ്ദേഹത്തിന് അതിനുശേഷം അദ്ദേഹം തൻ്റെ കരുത്ത് തെളിയിച്ചു. അതായത് നിങ്ങൾ പറയുന്നത് പോലെ കോൺഗ്രസ് മുഴുവനും നിങ്ങളുടെ പുറകിലല്ല, നിങ്ങൾക്ക് വിരുദ്ധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസ്സിലുണ്ട്, അവരാണ് യഥാർത്ഥ കോൺഗ്രസ്സുകാർ എന്ന് തരൂര് തെളിയിച്ചു. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ഒതുക്കി നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്, അല്ലേ? കേന്ദ്ര സർക്കാർ വിദേശത്തേക്ക് അയക്കുന്ന പ്രതിനിധി സംഘങ്ങളിൽ 4 പേരുടെ പേരുകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിൽ തരൂരിനെ ഉൾപ്പെടുത്തിയില്ല. കോൺഗ്രസ് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതിനേക്കാളും പ്രതിപക്ഷ നേതാവ് രാഹുലും അദ്ദേഹത്തിൻ്റെ അമ്മ സോണിയയും AICC പ്രസിഡന്റ് ഖാർഗെയും കൂടെ ചേർന്ന് തരൂരിൻ്റെ പേര് വെട്ടുകയായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിന് ധൈര്യമുള്ളതുകൊണ്ടും തരൂരിൻ്റെ കഴിവിൽ ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടും അവർ തരൂരിനെ സ്വീകരിച്ചു. തരൂരിന് ഒരു പദവിയും കൊടുത്ത് തരൂരിനെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. അത് ഏൽപ്പിക്കാനുള്ള ധൈര്യം പണ്ട് വാജ്പേയിയെ ഈ വിദേശത്ത് പോയി UN-ൽ പ്രസംഗിക്കാൻ പേര് നിർദ്ദേശിക്കാനുള്ള ധൈര്യം PV നരസിംഹറാവു കാണിച്ചു. അതുപോലെയുള്ളൊരു ധൈര്യം തീർച്ചയായിട്ടും നരേന്ദ്രമോദിയും കാണിച്ചു. തരൂരിനുള്ള ആ വിശ്വാസം അദ്ദേഹത്തിന് എത്ര ഉറച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ തരൂരിൻ്റെ ഭാവി കോൺഗ്രസ്സിൽ ഇരുളടഞ്ഞതാണ്. അദ്ദേഹത്തിന് കോൺഗ്രസ്സിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല. കോൺഗ്രസ് ഒട്ട് ഇനി അധികാരത്തിൽ തിരിച്ചു വരും എന്ന് അവർ പോലും കരുതുന്നില്ല. ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ കർണാടക, ഹിമാചൽ, കേരളം പോലെയൊക്കെയുള്ള ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലെത്തും എന്നുള്ളതല്ലാതെ കേന്ദ്രത്തിൽ ഒരു തിരിച്ചുവരവ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അത് കോൺഗ്രസ് ഒരു അസ്തമയ വേളയിലാണ്. അതിൻ്റെ എന്താ പറയണ്ടേ, ഉണ്ടായതെല്ലാം നശിക്കും എന്നൊരു പ്രകൃതി തത്വം പോലെയാണ് കോൺഗ്രസിൻ്റെ കാര്യത്തിലും അത് സത്യമാണ്. കോൺഗ്രസ് നാമാവിശേഷമായി കൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ നല്ല നേതാക്കളില്ലാതെ, കൃത്യമായ അജണ്ടകളില്ലാതെ, രാഷ്ട്രീയം അറിഞ്ഞുകൂടാതെ കോൺഗ്രസ് സമ്പൂർണ്ണമായിട്ടും തകർച്ചയെ അഭിമുഖീകരിക്കുകയാണ്. ആ മുങ്ങുന്ന വള്ളത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ മുങ്ങുന്ന കപ്പലിൽ നിന്ന് എത്രയും പെട്ടെന്ന് ചാടി രക്ഷപ്പെടുക എന്നുള്ളതാണ് തരൂർ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന് ഇനി തൻ്റെ ഈ ശിഷ്ടകാലം രാഷ്ട്രത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി,
രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനാണ് അദ്ദേഹം ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ ലേഖനം. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്ന് കടുത്ത അതൃപ്തിയും എതിർപ്പും ഉയരുമെന്ന് തീർച്ചയാണ്. ഈ സോണിയ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന സ്തുതിപാഠകർ തരൂരിൻ്റെ രക്തത്തിന് വേണ്ടി നിലവിളിക്കും ഉറപ്പായിട്ടും. അതുകൊണ്ട് തരൂരിനെതിരെ ഒരു നടപടി പോലും വരാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസ് അദ്ദേഹത്തെ ഇനി ഒരുപാട് കാലം വെച്ച് വാഴിക്കുമെന്ന് തോന്നുന്നില്ല. പുറത്തേക്കുള്ള വഴി തരൂർ തന്നെയായിട്ട് വെട്ടിയിരിക്കുകയാണ്. അതിൽ ഇനിയൊരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് വരാനേ ഉള്ളൂ. അവർ തരൂരിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഉറച്ച ഇരിപ്പിടം BJP-യിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ, ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, കേന്ദ്ര സർക്കാരിൽ ഒരു ഉറച്ച ഇരിപ്പിടം അദ്ദേഹത്തിന് കിട്ടുമെന്ന് തീർച്ചയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.